നേരിമംഗലം വാളറ റോഡിന്റെ നവീകരണം തടസ്സപ്പെടുത്തുന്ന വനം വകുപ്പിന്റെ നടപടിക്കെതിരെ കോതമംഗലം രൂപതയിലെ സംഘടനകൾ രംഗത്ത് വന്നു. പ്രതിഷേധവുമായി നേരിമംഗലത്ത് ഫോറസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. ദേശീയപാതയിൽ നേരിമംഗലം വാളറ ഭാഗത്ത് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. ഈ ഭാഗം വനം ഭൂമിയാണെന്ന് വനം വകുപ്പ് തെറ്റിദ്ധരിപ്പിച്ചതിനാലാണ് ഇത്തരമൊരു വിധിയുണ്ടായതെന്നാണ് ആരോപണം. ഇതേ തുടർന്നാണ് വിഷയത്തിൽ വനം വകുപ്പിനും സർക്കാരിനുമെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. വനം വകുപ്പിനെതിരെ കോതമംഗലം രൂപതയിലെ വിവിധ സംഘടനകൾ സംയുക്തമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. നേരിമംഗലത്താണ് മാർച്ചും സമ്മേളനവും നടത്തിയത്. മാർച്ചിന് സംഘടനാ ഭാരവാഹികളും ജനപ്രതിനിധികളും നേതൃത്വം നൽകി. പൊതുസമ്മേളനം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലേക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. റവറന്റ് ഡോക്ടർ വിൻസെന്റ് നെടുങ്ങാട്ട്, ഫാദർ മാത്യു തോട്ടത്തിമ്യാലിൽ, ഫാദർ ജോസ് കുളത്തൂർ, ഫാദർ മാനുവൽ പിച്ചളക്കാട്ട്, സണ്ണി കടുത്താഴെ, ഷൈജു ഇഞ്ചക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ വനം വകുപ്പുകാർ ഈ ഗണത്തിൽപ്പെട്ടവരല്ല എന്ന് തെളിയിക്കുമെന്ന് നമുക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് വനം വകുപ്പ് ഇതിനെ എതിർത്തില്ല. തൊടുപുഴക്കാരനായ ഒരു ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് വനം വകുപ്പ് കളിച്ചു. ജയിക്കാൻ വിഷമമുള്ള യുദ്ധങ്ങൾ ജയിക്കുവാൻ രാജാക്കന്മാർ അനുവർത്തിച്ചിരുന്ന രീതിയാണ് ശിഖണ്ഡികളെ മുൻപിൽ നിർത്തുക എന്നുള്ളത്. ഈ വനം വകുപ്പ് ഒരു ശിഖണ്ഡിയെ കൊണ്ട് ഹർജി കൊടുപ്പിച്ച് ഈ നാട്ടിലെ മലയോര കർഷകരുടെ സാധാരണക്കാരുടെ മണ്ടയ്ക്ക് അടിച്ചിരിക്കുകയാണ്. ഇന്നലെയും ഒന്നുമായിട്ടും പല വിശദീകരണങ്ങളുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. GTV ന്യൂസ്, നേരിമംഗലം.